ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞങ്ങൾ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോവാണ്. സിമിസ്മ റിസോർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം കോവിഡിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. ഈ ഒരു വർഷം എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ. ഇപ്പം സ്കൂളില്ല, പിന്നെ നല്ല ക്ലൈമറ്റാണ്. അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കസിൻസ് എല്ലാവരും ഉണ്ട്. ഞങ്ങളൊരു 6 ഫാമിലിയാണ് പോകുന്നത്. ഇപ്പോൾ സിമിസ്മ റിസോർട്ടിൽ വർക്കിംഗ് ഡേയ്സിൽ നല്ല ഓഫറുണ്ട്. 5 സ്റ്റാർ ഫെസിലിറ്റീസാണ്. മിസ്മയിലെ കാഴ്ചകളെല്ലാം ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നല്ല ഓഫറാണ്. എല്ലാവരും വീട്ടിലിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? നാട്ടിലൊന്നും പോകാൻ വയ്യ, വേറെ എവിടേക്കും പോകാൻ വയ്യ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചേഞ്ച് നല്ലതാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഓഫർ ഉണ്ടാകുമ്പോൾ നമുക്കതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നോക്കാം, നമുക്ക് അവിടെ ചെന്നിട്ട് എന്തെല്ലാം ഫെസിലിറ്റീസാണ് ഉള്ളത്, എന്തൊക്കെയാണെന്നെല്ലാം നോക്കാം. ഓക്കെ. ചെക്ക് ഇൻ ടൈം 3 ആണ്, ചെക്ക് ഔട്ട് 12. ഞങ്ങളൊരു 3:30 ആകുമ്പോഴേക്കും സിമൈസ്മയിലെത്തി. ഞങ്ങൾക്ക് കിട്ടിയ വില്ല നമ്പർ 2021 ആയിരുന്നു. ഇനി നമുക്ക് വില്ലയുടെ അകത്ത് കയറി നോക്കാം. ഈ കാണുന്നത് ഹോളാണ് കേട്ടോ. ഹോളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കിച്ചൺ ഉണ്ട്. കിച്ചണും ഹോളെല്ലാം നല്ല വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലാണ് ബെഡ്റൂം വരുന്നത്. താഴ്ഭാഗത്ത് ഒരു ബെഡ്റൂമേ ഉള്ളൂ. 3 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് മുകളിലത്തെ ബെഡ്റൂംസ് നോക്കാം. സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഒരു ഡോറ് കാണും. ഈ ഒരു ഡോറ് അപ്പുറത്തെ വില്ലയുടെ പാർട്ടീഷൻ ഡോറാണ്. നമുക്ക് ഈ ഡോറ് വഴിയും പുറത്തൂടെ നമുക്ക് അപ്പുറത്തെ വില്ലയിലോട്ട് പോവാം. മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. അതിൽ ഒരു ബെഡ്റൂമാണിത്. രണ്ടാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ ഒരു ഹോള് വരുന്നുണ്ട്, ബാൽക്കണി വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇനി നമുക്ക് പുറത്തുള്ള ഫെസിലിറ്റീസ് കാണാം. ഇത് അഡൽട്ട്സിന് വേണ്ടിയിട്ടുള്ള പൂളാണ്. ഇതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൂള്.
ഫിഷിങ്ങിന് താല്പര്യമുള്ളവർ ചൂണ്ടലൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മീനെ പിടിക്കാം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് മീനെല്ലാം പിടിച്ചു. ഏർലി മോർണിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു മീനെ പിടിക്കാൻ വേണ്ടി. സൺറൈസ് കാണുകയും ചെയ്യാം, മീനെ പിടിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ എന്താ പറയുക, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി കാണുന്നത് ഏർലി മോർണിംഗിലുള്ള കാഴ്ചകളാണ്. അപ്പം സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 5:30-ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 6 മണിക്കാണ് സൺറൈസിൻ്റെ ടൈം. അപ്പം 5 മണിക്ക് ഇറങ്ങി. അന്നേരം നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് സിമൈസ്മ റിസോർട്ടിൻ്റെ കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.